നാടില്ലാതാകുന്നു എന്നതിനപ്പുറത്തേക്ക് ആലപ്പാട്ടെ കരിമണൽ ഖനനം മറ്റൊരു വലിയ ആശങ്കയും നാട്ടുകാർക്ക് നൽകുന്നുണ്ട്. സീ വാഷിംഗ് നടത്തി മണൽത്തിട്ട കോരിക്കൊണ്ടുപോകുന്നത് പരമ്പരാഗത മത്സ്യബന്ധനത്തെയും ബാധിക്കുമെന്നതാണ് ആലപ്പാട്ടുകാരുടെ അനുഭവം. അയ്യാറി ഖനനം ആലപ്പാട്ടുകാർക്ക് ജീവിതോപാധി നഷ്ടപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. സംരക്ഷിക്കണം, അത് എൻ്റെ സഹോദരനാണ് എന്ന ചിന്തയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ചാടിയിറങ്ങിയത്. നിങ്ങൾക്ക് ഈ കേരളത്തിലെ ധീരരായ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൻ്റെതായ ബിഗ് സല്യൂട്ട് ഞാൻ ഈ ഘട്ടത്തിൽ അർപ്പിക്കുകയാണ്. ഒരിക്കൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് ഇവർ കേരളത്തിൻ്റെ സേനയാണെന്ന്. അവരുടെ ഉപജീവനത്തിൽ തന്നെയാണ് രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ KMML-ഉം IRE-യും മണ്ണുമാന്തിയിടുന്നത്. കടലിനെയും തീരത്തെയും ഒരുപോലെ കാക്കുന്നവരാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. ആലപ്പാട്ടുകാരുടെ പ്രധാന ഉപജീവന മാർഗം കയർപിരിക്കലും മത്സ്യബന്ധനവുമായിരുന്നു. കയർ തൊഴിലാളികൾ എണ്ണത്തിൽ കുറഞ്ഞു വന്നതോടെ മത്സ്യബന്ധനം ഇവിടെ പ്രധാന ഉപജീവന മാർഗമാക്കിയവരാണ് ആലപ്പാട്ടുകാർ. എന്നാൽ കരയ്ക്കും കടലിനും ഉണ്ടാകുന്ന ഈ രൂപമാറ്റം അവരെ ഭയപ്പെടുന്നുണ്ട്. കായലും കടലിൻ്റെയും ഇടയ്ക്ക് ഇപ്പോൾ വരമ്പ് പോലെ ഏതാനും ഒരു കുറഞ്ഞ സ്ഥലങ്ങളേ ഉള്ളൂ. ഈ ജനങ്ങൾ എങ്ങോട്ട് പോകും? ഈ തീരം വിട്ട് എവിടെ പോകും? ഇവിടെ ജനിച്ച് വളർന്ന ഈ ജനങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ആ പോകേണ്ട സ്ഥലങ്ങളൊന്ന് പറഞ്ഞതാ. കരയിലും കടലിനുള്ളിലെ മണൽത്തിട്ടകളിലും പ്രജനനം നടത്തുന്ന കടൽ ജീവികൾക്കും കരിമണൽ ഖനനം അന്ത്യം കുറിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കടൽ വരണ്ടു പോകുമെന്ന ഇവരുടെ ഭയം തള്ളിക്കളയാനാകില്ല. മണ്ണും തൊഴിലും കവർന്നെടുക്കുന്ന ഖനനത്തെ അതുകൊണ്ടാണ് ഈ നാട് എതിർക്കുന്നത്. മണ്ണിന് പുറമെ ജീവനോപാധി കൂടിയാണ് പതിയെ ആലപ്പാടുകാർക്ക് നഷ്ടമാകുന്നത്. അവശേഷിക്കുന്ന തീരമെങ്കിലും സംരക്ഷിച്ച് ജീവനും ജീവിതവും നിലനിർത്താനാണ് അവസാനത്തെ ഈ സമരം. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ബിനിൽ സാബു, മീഡിയ 1, കൊല്ലം.